ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത പ്രശ്നേഷിൻ്റെ ജീവിതത്തിൽ മൂപ്പരുടെ ഫാമിലിയിലൊക്കെ ഉണ്ടായിട്ടുള്ള കല്യാണം കഴിഞ്ഞ ശേഷം മൂപ്പരുടെ ലൈഫിലുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് മൂപ്പരൊരു 31 മിനിറ്റോളമുള്ള ഒരു വീഡിയോ ഇട്ടത് കാണാനിടയായി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 1-2 കാര്യങ്ങളല്ല, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ പൊതുവെ അങ്ങനെ ചെയ്യലില്ല. അപ്പോൾ ഇത് എനിക്കെന്തോ കണ്ടപ്പോൾ എന്തോ ഒരു പോലെ തോന്നി, അപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പല പർപ്പസിന് ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. ചില ആളുകൾ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചില ആളുകൾ അതിനൊരു ബിസിനസ്, അവരുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ എൻക്വയറികൾ വരാനുള്ള, കൂടുതൽ ഓർഡറുകൾ വരാനുള്ള, അതായത് അവരുടെ സർവീസ് ആയിക്കോട്ടെ, അവർ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൻ്റെ ഓർഡർ എൻക്വയറി ഒക്കെ വരാനുള്ള ഒരു സംഭവമായിട്ട് അങ്ങനെ എടുക്കേണ്ടതായിരിക്കും. ചില ആളുകൾ ഇതിനെ ഒരു ആർട്ടിസ്റ്റ് ക്രിയേറ്റീവായ രീതിയിൽ, അതൊരു അല്ലെങ്കിൽ ഒരു പാഷൻ എന്നുള്ള രീതിയിലൊക്കെ എടുക്കണവരുണ്ടായിരിക്കും. അപ്പോൾ പ്രശ്നേഷിൻ്റെ വീഡിയോ എന്ന് എനിക്ക് മനസ്സിലായുള്ളൂ. പ്രശ്നേഷ് അതിൽ പറയുന്നുണ്ട്, അവരുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന ഒരു വർക്ക് ഉണ്ടല്ലോ, ആ ഒരു ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന ഒരു ബ്രാൻഡ് നെയിമിൽ, ഒരു ടാഗ് ലൈനിൽ, ഒരു ടാഗിൽ തുടങ്ങിയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടല്ലോ, അപ്പോൾ ക്ലീനിങ് സംഗതികളൊക്കെ. അപ്പോൾ അതിന്ന് കിട്ടണ വർക്കിനേക്കാൾ കൂടുതൽ മൂപ്പർക്ക് കൂടുതൽ പൈസ കിട്ടുന്നത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരു സംഗതിയാണ്. അതാണ് കൂടുതലും മൂപ്പർക്ക് കംഫർട്ടബിൾ എന്നൊരു പോയിൻ്റ് മൂപ്പരയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ചുറ്റിപ്പറ്റിയിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ അതായത് മൂപ്പര് പറയുന്നുണ്ട്, 30 ദിവസം, മാസത്തിൽ 30 ദിവസം മൂപ്പർക്ക് എങ്ങനെ പണിക്ക് പോകാൻ പറ്റില്ല, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരു മാസം അമ്മയ്ക്കായിക്കോട്ടെ, പെങ്ങൾക്കായിക്കോട്ടെ, ഭാര്യയ്ക്കായിക്കോട്ടെ, മൂപ്പർക്കായിക്കോട്ടെ പലർക്ക് അസുഖങ്ങളുണ്ട്. അമ്മയ്ക്ക് ഫാറ്റി ലിവർ ഉണ്ട്, കൊളസ്ട്രോള്, അതുപോലെ ഭാര്യ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് മൂപ്പരുടെ കയ്യിൻ്റെ ഇവിടെ വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ മൂപ്പരിങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൂപ്പരുടെ ചെറുപ്പകാലത്ത് അച്ഛൻ കള്ളുകുടിച്ച് വന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മൂപ്പരിങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മൂപ്പരോട് സ്വാഭാവികമായിട്ടും ഒരു ഫാമിലിയെ കെട്ടിപ്പടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട, സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരാളെന്ന രീതിയിൽ എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫ് ഒരേപോലെ നിൽക്കുമെന്നും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മളെത്ര സിനിമകൾ കാണുന്നതാണ്, എത്ര ജീവിതം നമ്മുടെ മുന്നിൽ കാണുന്നത്, നമ്മുടെ ജീവിതം തന്നെ തിരിഞ്ഞ് നോക്കി മനസ്സിലാവും. അപ്പോൾ നമ്മൾ നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും, അത് ആരോടാണോ നമ്മളത് ചെയ്യുന്നത്, അത് അവർക്ക് ചിലപ്പോൾ മോശമായിട്ടാവും വിചാരിക്കേണ്ടാവുക. അതുപോലെ ചിലത് നമുക്ക് മോശമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വേറെ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും. അതുമാത്രമല്ല, ഇന്ന് നല്ലതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നാളെ ചിലപ്പോൾ മോശമായിട്ടും വരാം. അതുപോലെ നമ്മൾ ഇടപെടുന്ന രീതി വേണ്ട രീതിയിലായില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മോശമാവാൻ സാധ്യതയുണ്ടല്ലേ. ഞാൻ ഈ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എനിക്ക് പ്രശ്നേഷിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് പ്രശ്നേഷ് പറയുന്നുണ്ട്, പെങ്ങളോട് പറഞ്ഞു, നീ ഇങ്ങനെ ഇങ്ങനെ കുറേ റിലേഷൻസായിട്ട് പോയ പോരാ, നീ നിൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, നീ അതിനു വേണ്ടി ശ്രമിക്കണം, ഞാനാണ് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, പക്ഷേ അത് ശരിയാവില്ല, നീ റിലേഷൻസിനല്ല പ്രാധാന്യം കൊടുക്കേണ്ട, ഒരു രാജകുമാരൻ നിന്നെ കെട്ടിക്കൊണ്ട് പോയിട്ട് നിൻ്റെ ലൈഫ് അടിപൊളിയാക്കും നീ പ്രതീക്ഷിച്ചിരിക്കേണ്ട, അതൊന്നല്ല, നീ സ്വന്തമായിട്ട് നിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന മൂപ്പരുടെ ഈ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ നിന്നെ പ്രൊമോട്ട് ചെയ്യാം, നിനക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പെങ്ങളും ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. മൂപ്പര് പറയുന്ന ഒരു സാധനം, അതായത് പെങ്ങളുടെ എഫേർട്ട് ഇതിലുണ്ട് ഈ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന്. പക്ഷേ മൂപ്പര് കൊണ്ട് ഞാൻ അതിന് പൈസ കൊടുത്തിട്ടുണ്ട്, അവൾക്ക് 26,000 കൊടുത്തിട്ടുണ്ട്, 4,000 കൊടുത്തിട്ടുണ്ട്, 400 രൂപ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ കുറേ കണക്കുകൾ ഇങ്ങനെ പറയുന്നു. സത്യം പറയാലോ, ഇതിപ്പോൾ എന്നോടാണ് എൻ്റെ കുടുംബത്തിൽ ഒരാളിങ്ങനെ വർത്തമാനം പറയണമെങ്കിൽ എനിക്കിത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വലിയ പ്രശ്നമാക്കും നല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് വ്യക്തിത്വ ബോധം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ ഡ്രസ്സ് എടുത്ത് തരുമ്പോൾ നിനക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് തരൂല, അതിൻ്റെ അനാവശ്യ ചിലവാണ്, അത് നീ സ്വയം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ സംഗതി ശരിയാണ്. പക്കാ പ്രാക്ടിക്കലായ ഒരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിൽ പ്രാക്ടിക്കൽ ലൈഫിന് അങ്ങനെ അതേപോലെ ഇപ്പോൾ മജ്ജയും മാംസവുമുള്ള ഒരു ജീവിതം, എന്താ പേര് പറയുക, നമ്മൾ പച്ചയായ ജീവിതമില്ല, ആ ജീവിതത്തിൽ നോക്കി കാണുമ്പോൾ മൂപ്പര് അങ്ങനെ പറയുമ്പോൾ സംഗതി ശരിയാണ്. മൂപ്പര് നല്ല ഉദ്ദേശം വെച്ചിട്ടായിരിക്കും പറയേണ്ടായിരിക്കും.
പക്ഷേ നമുക്ക് ഈ പ്രാക്ടിക്കലായ ലൈഫ് എന്നതിന് മാത്രമല്ല വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ഇമോഷണലായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. അതേപോലെ വേറെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഡിപ്രസ്ഡ് ആയ സ്റ്റേജിലായിരിക്കും, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായിരിക്കും, ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും, കാശൊക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരിക്കും പലപ്പോഴും, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് കല്യാണപ്രായമായിട്ടുള്ള പെങ്ങളൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് പ്രശ്നേഷ് പറയുന്ന പോലെ കുറേ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ മൂപ്പരിങ്ങനെ കാടടച്ച് വെടിവെക്കണ പോലെ കുറേ ഫിലോസഫി പറയുന്നുണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഒരു ലെവലിൽ നിന്ന് അപ്പുറത്തേക്ക് വിട്ടിട്ട് മൂപ്പര് ലൈഫിനെ ജനറലൈസ് ചെയ്യുന്ന മാതിരി എന്തൊക്കെ പറയുമ്പോൾ, ഇത് എല്ലാ സമയത്തും എന്താ പറയുക, ന്യൂട്രലായി എന്നുകൊണ്ട് നമുക്കിതിനെ ആ പോയിന്റിനെ എടുക്കാൻ പറ്റും എന്ന് നമുക്ക് ചാട്ടി പിടിക്കാൻ പറ്റൂല എന്നാണ് ഈ പ്രശ്നേഷിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ പെങ്ങളോട് സംസാരിക്കുമ്പോൾ അതെൻ്റെ പെങ്ങളാണ് എന്ന ബോധ്യത്തിൽ തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പെങ്ങളൊരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വ ബോധമുണ്ട്, ഉണ്ടായിരിക്കും എന്നുകൂടി മനസ്സിലാക്കാനുള്ള ഒരു മൂളയും കൂടി മിനിമം പ്രശ്നേഷ് ഉണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നേഷ് പ്രാക്ടിക്കലായ കുറേ കാര്യങ്ങൾ പെങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ഒരു ഫാമിലിയിൽ ജീവിക്കുമ്പോൾ സംസാരിക്കേണ്ട കുറേ കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്ന കാര്യം, ഇപ്പോൾ വിഷുവിന് എന്തോ ഡ്രസ്സ് എടുത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ, അവിടെ നമ്മൾ നിൻ്റെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് എടുത്തോ എന്നൊക്കെ പറയുമ്പോൾ, അത് ഓൾറെഡി കുറേ കോൺഫ്ലിക്റ്റുകളുള്ള സമയത്ത് ഇങ്ങനെയുള്ള കുറേ ഞാനത് ചെയ്യൂല എന്നൊക്കെ പറയുമ്പോൾ, അത് നിങ്ങളൊരു കാര്യം വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അവരെങ്ങനെ ഒരുമിച്ചൊരു വിഷു ആഘോഷിക്കേണ്ടായിരിക്കുക. അപ്പോൾ ചില ത്യാഗങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ സഹിക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യം ഈ സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഞെരുക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് കടക്കുന്നുണ്ടായിരിക്കുക എന്നാണ് എനിക്ക് പലപ്പോഴായിട്ട് ഇത് വർക്ക് ചെയ്യണില്ലേ തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ പ്രശ്നേഷിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ അതിൽ പറയുന്നുണ്ടല്ലോ മറ്റേ 2.5 ലക്ഷത്തിൻ്റെ ഗോൾഡിൻ്റെ കാര്യം പറയുന്നുണ്ട്, അവരുടെ ഷെയർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓൾറെഡി അവിടെ പുകഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ 2.5 ലക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിൽ ദിവസം ഉണ്ടല്ലോ, 2.5 ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നു എന്നൊക്കെ. അതേപോലെ അതിൽ പെങ്ങൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നീ ഇത് ഭക്ഷണത്തിൻ്റെ കണക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആകെ ഒരു ദിവസം ഒരു നേരെ കഴിക്കണമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടനഞ്ഞ് പൊട്ടും. അപ്പം അത് പ്രശ്നേഷ് പറഞ്ഞ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നല്ല ചെയ്യണം. എങ്ങനെ ഉദ്ദേശിച്ചാലും നമ്മൾ ഇങ്ങനെ ഈ കണക്ക് പറയുന്ന സമയത്ത് മനുഷ്യന്മാരല്ലേ നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ തോന്നും. പക്ഷേ ഈ ഇറങ്ങിപ്പോകാന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് ജീവിതം വളരെ റൂഡായ ഒരു സാധനമാണ്, ക്രൂവലായ ഒരു സാധനമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ പ്രശ്നേഷ് പെങ്ങളാണ്, ഇതിൻ്റെ അമ്മയാണ്, ഇതിൻ്റെ ഭാര്യയാണ്. പ്രശ്നങ്ങളുള്ള ആ രമ്യമായ രീതിയിൽ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇടയ്ക്ക് ത്യാഗം ചെയ്യേ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മളൊരു മിനിമം ലെവലിൽ ഇത് പെങ്ങളാണ്, അപ്പോൾ പെങ്ങളൊരു അത്യാവശ്യം ഒരു ലെവലിൽ എത്തണ വരെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ഏട്ടനുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി എല്ലാം വിട്ടിട്ട് ഇപ്പോൾ അവിടുന്ന് പോവുക എന്ന് പറഞ്ഞു പോവുകയാണ്, മറ്റേ പോക്ക് പോവുക, പിന്നെ അവരുടേതായ രീതിയിൽ അവർ ജീവിച്ചോളും. ഇപ്പോൾ ജീവനാംശം കിട്ടുന്നുണ്ട് അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ 12,000 എന്തൊരു കണക്ക് പറഞ്ഞു, ഈ 12,000 രൂപ കൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും അവർ ജോലി ചെയ്തിട്ടൊക്കെ ജീവിക്കേണ്ടായിരിക്കും. ഈ പ്രശ്നേഷ് അവിടെ ഇല്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെ ജീവിക്കേണ്ടായിരിക്കും. പക്ഷേ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇമോഷണലി ഇങ്ങനെ പൊട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ടെമ്പറിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും പല കയ്യബദ്ധം കാണിച്ചിട്ടും അല്ലെങ്കിൽ പല മോശമായ ബന്ധങ്ങളിലേക്ക് വിട്ടിട്ടും പല ആളുകൾ അവരെ മുതലെടുത്തിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള കുറേ കഥകൾ, അല്ലെങ്കിൽ കുറേ കഥകൾ പറഞ്ഞാൽ ഞാൻ ഫിക്ഷൻ എന്ന രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്, കുറേ വാർത്തകളൊക്കെ നമ്മൾ അവിടെ ഇവിടേക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രശ്നേഷിന് ഇതൊക്കെ മനസ്സിലാക്കുള്ളൊരു ബോധം ഉണ്ടാവണമെന്ന്. പ്രത്യേകിച്ച് അമ്മയും പെങ്ങളും ഈ 2 സ്ത്രീകളുള്ള 2 യുവതികളുള്ള ഒരു വീട്ടിൽ നിന്ന് മൂപ്പര് ഇറങ്ങി പോകുമ്പോൾ അവർ ഇമോഷണലി ആ ഒരു ലെവലിൽ എത്താൻ പാകത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പ്രശ്നേഷും ഭാര്യയും അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവർക്ക് അവരുടേതായ പോയിന്റുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴും ഈ പോയിന്റും ഒരു ബ്രെയിനും ഇത് മാത്രമല്ല, ഇമോഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇമോഷണലി തകർത്തുകൊണ്ട് പ്രശ്നേഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും സംഭവിച്ചെന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ നമ്മുടേതായ ബിസിനസ് എന്നോ നമ്മുടേതായ സാമ്രാജ്യം എന്നോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പ്രശ്നേഷ് ഇടയ്ക്ക് പറഞ്ഞാൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവൾ നോക്കണം. അവൾക്ക് 10,000 രൂപ 12,000 രൂപ ഞാൻ വർഷം അടച്ചു കൊടുക്കേണ്ടത് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ടൂർ പോയിട്ടില്ല എന്നിട്ട് അവളെ ടൂറിന് വിട്ടു എന്നൊക്കെ പറയുമ്പോൾ സംഗതിയൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പെങ്ങളല്ലേ. അപ്പോൾ ആ ഒരു
ഇത് സംഗതി ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് അങ്ങനെ പറയാൻ പറ്റണമെന്നൊന്നുമില്ല. നമ്മുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, നമ്മുടെ കരിയറിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടായിരിക്കാം. അതേപോലെ ചില കാര്യങ്ങൾ പറയുന്നതൊരു പോയിൻ്റ് ആണെങ്കിൽ നമുക്കത് ഹേർട്ടായിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് ടൈം വേണ്ടി വരും. ഇതൊക്കെ കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറവറാന്ന് വർത്താനം പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുള്ള വേറെ എന്താ വെച്ചാൽ പ്രശ്നേഷു വലിയേട്ടൻ ചമയുന്നൊരു അസുഖം മൂപ്പർക്ക് ഉണ്ടോയെന്നാണ്. സംഭവം ശരിയായിരിക്കും. മൂപ്പര് കഷ്ടപ്പെട്ട കുടുംബത്തിനെ നോക്കി വളർത്തി ലെവലിലെത്തിച്ചിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുടുംബത്തിൽ. എനിക്ക് വരെ തോന്നുന്നുണ്ട് ഈ ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അത് നമ്മളെ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് നമുക്കൊന്ന് ഊഹിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഈ ഇമോഷണൽ സപ്പോർട്ട് വേണ്ട രീതിയിൽ കിട്ടാത്ത, ഇമോഷണലി ടോർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ വളർന്നു വരുന്ന യുവതികളായിക്കോട്ടെ യുവാക്കളായിക്കോട്ടെ ഈ ആളുകൾക്കൊക്കെ ഒരു ട്രോമയായിട്ട് ഈ സാധനം മാറുന്നുണ്ടായിരിക്കും. അപ്പോൾ പ്രശ്നേഷ് മറ്റുള്ളവർക്കൊരു ട്രോമ കൊടുക്കുന്ന ഒരു മനുഷ്യനായി മാറാതിരിക്കാൻ പ്രശ്നേഷിന് പറ്റട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. പിന്നെ ഇത് ജീവിതമാണ്. നമ്മളിങ്ങനെ വെറുതെ നമ്മുടെ വേർഷൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവരുടെ വേർഷനും കൂടി ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ അപ്പോഴത്തെ ഒരു ഇമോഷണൽ ഔട്ട് ബേഴ്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും പലതും. അതിങ്ങനെ അതായത് ഇങ്ങോട്ട് തെറി വിളിക്കണം, അങ്ങോട്ട് തെറി വിളിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ടൊരു പോയിൻ്റ് പറഞ്ഞു തിരിച്ച് പോയിൻ്റ് പറഞ്ഞു, ഡിബേറ്റ് ചെയ്യണം. ഇത് ആ ഒരു എന്താ പറയുക മീറ്ററിൽ മാത്രം കാര്യങ്ങളെ കാണാണ്ട് ഇതെൻ്റെ അമ്മയാണ്, ഇതിൻ്റെ അനിയത്തിയാണ്, ഇതിൻ്റെ ഭാര്യയാണ്, ഇതിൻ്റെ പട്ടിക്കുട്ടിയാണ്. ഒരു കുടുംബമാകുമ്പോൾ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മൂപ്പരിത് സംസാരിക്കുന്നുണ്ടോ, പെങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ പ്രശ്നേഷിനെ എക്സ്പ്രസ് ചെയ്യുന്നു. അത് പെങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ബൗണ്ടറി സൂക്ഷിക്കുന്നതൊക്കെ നന്നായിരിക്കും. പ്രത്യേകിച്ച് പെങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ആങ്ങളാന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ മൂപ്പർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആരോടെങ്കിലും മൂപ്പർ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ പബ്ലിക്കിനോട് ഇങ്ങനെ ഷെയർ ചെയ്യും. പ്രത്യേകിച്ച് ഇത്രയും ട്രോളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളല്ലേ. മൂപ്പരെ കുറിച്ച് എല്ലാവരും നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ട്. സീക്രട്ട് ഏജൻറ്റ് ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് മൂപ്പരെ ക്ലാരിഫൈ ചെയ്യാൻ, മൂപ്പര് എന്താണ് സംഭവിച്ചെന്ന് പൊതുസമൂഹത്തോട് പറയുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്നും വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. എന്തായാലും അവരവർ സ്വയം എക്സ്പ്രസ് ചെയ്യുക. നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. പക്ഷേ സംഭവത്രേ ഉള്ളൂ, വേറൊരാൾക്ക് അതൊരു ടോർച്ചർ ആവുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ടോർച്ചർ ആവുന്ന രീതിയിൽ ഒരു മനുഷ്യന് അത് വളരെ ഇമോഷണലി ബാധിക്കുന്ന രീതിയിൽ, അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന രീതിയിൽ ആണ് നമ്മുടെ എക്സ്പ്രഷൻ എങ്കിൽ, നമ്മളൊരു കാര്യത്തെ അവതരിപ്പിക്കുന്നതെങ്കിൽ അതിലൊരു ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്തം കൂടി നമ്മൾ കാണിച്ചാൽ ലൈഫ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും നമുക്കും കൂടെയുള്ളവർക്കും നമ്മുടെ ഓഡിയൻസിനും ഒക്കെ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രശ്നേഷിനും പ്രശ്നേഷിൻ്റെ ഫാമിലിക്കും, അതായത് പ്രശ്നേഷിനും ഭാര്യയ്ക്കും അമ്മയ്ക്കും പെങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ഹാപ്പിയായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വൻ വിജയങ്ങളുണ്ടാവട്ടെ, വൻ സന്തോഷങ്ങളുണ്ടാവട്ടെ, ഒരുപാട് കാശ് വന്ന് കൂടട്ടെ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കട്ടെ. തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ പിഴവുകൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ ഒക്കെ അതിൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് ബെറ്ററായി വരിക എന്നുള്ളത് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതൊക്കെ തന്നെയാണല്ലോ ലൈഫ്. അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.